ഈ വിശുദ്ധ കുർബാന എന്ത് എന്ന് മനസ്സിലാക്കുവാൻ കാൽവറി ക്രൂശിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ടല്ലാതെ നമുക്ക് സാധിക്കുകയില്ല. തൻ്റെ പാപനിമിത്തമല്ല, നമ്മളുടെ പാപനിമിത്തമാണ് കാൽവറി ക്രൂശിൽ യാഗമായിട്ട് തീരുന്നത്. തൻ്റെ തെറ്റുകൊണ്ടല്ല, തൻ്റെ ജീവിതത്തിൽ ഒരു ന്യൂനതയുമില്ല. എന്നാൽ എന്നെ അയച്ചതായുള്ള പിതാവിൻ്റെ ഇഷ്ടം ഞാൻ നിറവേറ്റണം. അതാണ് മകൻ്റെ ആഗ്രഹം. പിതാവിൻ്റെ ഇഷ്ടം ജീവിതത്തിൽ നിറവേറുവാൻ തന്നെ തന്നെ നൽകിക്കൊടുത്തതിൻ്റെ ഫലമായി ശരീരം മുറിക്കുകയാണ്, രക്തമൊഴുക്കുകയാണ്, മരണമടയുകയാണ്. ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. ശരീരം മുറിക്കുവാൻ, രക്തമൊഴുക്കുവാൻ, ജീവനെ നൽകുവാൻ എല്ലാം ഇടയായി തീർന്നതായുള്ള കുരിശിനെ കാൽവരി ക്രൂശിൽ ഉയർത്തിക്കൊണ്ടാണ് എന്താണ് കുർബാനയുടെ അർത്ഥം എന്ന് പഠിപ്പിക്കുവാൻ ദൈവം തമ്പുരാൻ താല്പര്യപ്പെടുന്നത്. ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, ഇതെൻ്റെ ജീവൻ എന്നെ പറയുവാനിടയായി തീരുന്നതായിട്ടുള്ള സാഹചര്യം ഇത് ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട് ഇടയായിട്ട് തീരുന്നുണ്ടോ?